നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ വിയ്യാറയലുമായിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ്. ബാഴ്സലോണയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 10:30 ആ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിനുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ള സൂചനയാണ് ഇന്നലെ കോച്ച് തന്നത്. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. താരങ്ങളൊക്കെ ഇന്നലെ പാർട്ടിയിലായിരുന്നു, ആഘോഷത്തിലായിരുന്നു. അങ്ങനെ ആഘോഷത്തിൽ അവർക്ക് പോകാൻ പറ്റുമെങ്കിൽ കളിക്കാനും പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കളിക്ക് ഓൾറെഡി കിരീടം ചൂടിയതാണല്ലോ. ഇന്നത്തെ കളിക്ക് ലാമാസിയയിലെ കുട്ടികൾ, അതായത് ലാമാസിയയിലൂടെ വളർന്ന കുട്ടികളെ വെച്ചൊരു 11 ഉണ്ടാക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അത് അദ്ദേഹത്തോട് ചോദിച്ചു. സ്റ്റാർട്ടിംഗ് 11 വിത്ത് ഓൺലി ഹോം ഗ്രോൺ പ്ലെയേഴ്സ്, ഇവിടെ തന്നെ വളർന്ന താരങ്ങളെ മാത്രം വെച്ചുകൊണ്ടൊരു സ്റ്റാർട്ടിംഗ് 11 ആണോ ഇന്ന് ഇറക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ ഒരു 11 കൊണ്ടാണ് ഇന്ന് ഇറങ്ങുന്നത് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെയാവും എന്നുള്ളതാണ് ചോദ്യം. ബാഴ്സലോണയുടെ ഒരു പൊട്ടൻഷ്യൽ 11, അതായത് ഫുൾ ഓഫ് ലാമാസിയ പ്ലേയേഴ്സ് വെച്ചുകൊണ്ട് ഇന്നിറങ്ങുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും? ഗോൾ കീപ്പറായിട്ടപ്പോൾ ഇനാക്കി പെന കളിക്കണം. ഇനാക്കി പെന ഗോൾ കീപ്പർ. ഡിഫൻസിൽ കുബാഴ്സിയും എറിക്കും, ബാൽഡയും ഹെക്ടർ ഫോർട്ടും. മധ്യനിരയിൽ ഗാവിയും കെസാഡോയും ഡാനി ഒൽമോയും ഉണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഫെർമിനും ലാമിൻ യമാലും അൻസു ഫാറ്റിയും. ഇങ്ങനെയുള്ള ഒരു 11 കൊണ്ട് ബാഴ്സ ഇറങ്ങാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതേസമയം ചില സോഴ്സുകൾ പറയുന്നത് മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ ഈ കളിയും അടുത്ത കളിയും കളിച്ചേക്കുമെന്നാണ്. അതിൽ പക്ഷേ വ്യക്തതയില്ല. ഹൻസി ഫ്ലിക്ക് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാമാസിയ പിള്ളേരുടെ കൊയ്ത്തുത്സവം കാണാൻ സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.